വിനീഷ് കൊട്ടാരത്തിൽ ചേരുകയാണ്. വിനീഷ്, എങ്ങനെയാവും ഈ യുദ്ധത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്? മയ, നിലവിലെ സ്ഥിതിയിൽ വലിയ ഒരു യുദ്ധത്തിലേക്ക് ഒരുപക്ഷെ പോകാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇപ്പോഴുള്ള ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു അയവ് വരണമെങ്കിൽ അതിനെ പ്രധാനമായും ഇറാന് മുന്നിൽ സ്വീകരിക്കാൻ കഴിയുന്നത് രണ്ട് നിലപാടുകൾ മാത്രമാണ്. ഒന്നുകിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക, അതായത് ഇറാൻ്റെ ആത്മാഭിമാനം പൂർണ്ണമായും പണയപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത് ഇറാൻ്റെ മുന്നിലുള്ളത് പരമാവധി അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. അമേരിക്കയെ പ്രകോപിപ്പിക്കുവാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിക്കാനുള്ള ഒരു ശക്തിയോ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കയ്യെത്തും ദൂരത്തുമല്ല. അതുകൊണ്ട് തന്നെ ഇറാന് മുന്നിലുള്ള ഏക മാർഗം അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള 9 വ്യോമതാവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന അറബ് രാജ്യങ്ങളെ, അതായത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച് പരമാവധി അമേരിക്കയെ ഒരു പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു ശ്രമം തന്നെയാണ് നിലവിൽ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഈ യുദ്ധം കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് വിലയിരുത്തുവാനുള്ള കാരണം. നമുക്കറിയാം, ഗൾഫ് മേഖലയിലേക്കുള്ള ഏത് ആക്രമണവും വലിയ തരത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാവും. മാത്രമല്ല അത് അവിടെ അമേരിക്ക തിരിച്ചടിക്കുവാൻ നിർബന്ധിതമാവുകയും ചെയ്യും. കാരണം ആ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഇപ്പോൾ ആ രാജ്യങ്ങളെക്കാൾ ഉള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് നീക്കവും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അക്രമം തിരിച്ചടി തുടരുമ്പോൾ അതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കുക, അതിന് തിരിച്ചടി നൽകുക എന്നത് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ശക്തമായ ഒരു തിരിച്ചടി ഇറാന് നൽകുമെന്ന് അമേരിക്ക പറയുന്നത്. അത് ഇറാന് താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇറാനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തെ തകർത്ത് തങ്ങളുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരിക എന്നതിൽ അപ്പുറം ഇനി അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാൻ കീഴടങ്ങണം. അങ്ങനെ ഇറാൻ കീഴടങ്ങുകയാണെങ്കിലും അത് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും അവിടെ നടപ്പാക്കാൻ കഴിയും. അതിനെ എവിടം വരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യം. നമുക്കറിയാം, ഇറാന് ആയുധശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ ആ ആയുധശേഷി എത്രമാത്രം പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക വലിയൊരു ആക്രമണം നേരിട്ട് ഇറാനിൽ നടത്തുകയും ഇറാൻ്റെ ആണവ മേഖലകളെ തകർക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിക്ക് ഇറാന് കഴിയുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇറാന് അണവായുധം പ്രയോഗിക്കണമെങ്കിൽ തന്നെ ഒന്നുകിൽ അത് ഇസ്രായേലിന് മേൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ മാത്രമാണ് കഴിയുക. അത് ഇറാന് തീർച്ചയായും കൂടുതൽ തിരിച്ചടിക്കും. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുള്ള ഇറാനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംശയം, ലോകരാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് യുദ്ധം ഏതു വഴിക്ക് പോകും എന്ന ഒരു വീക്ഷണം ഉണ്ട്. ഇന്ത്യ അടക്കം അങ്ങനെയാണ്. ട്രംപിനും അറിയാം അത്, ആരൊക്കെ ട്രംപിനൊപ്പം ഇസ്രായേലിനൊപ്പം ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ മാറി നിൽക്കും എന്നൊക്കെ. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇറാനകത്തുള്ള ഒരു വിഭാഗമാണ്. അത് ഇറാൻ ജനസംഖ്യയുടെ പകുതിയിലേറെയുണ്ട്. ഖമനേയിയോട് വിരോധമുള്ള അവിടെയുള്ള ഒരു ആഭ്യന്തര കലഹം അത് ഏറെ കാലമായി അവിടെ തുടരുന്നുണ്ട്. അതുകൂടി കുറച്ചുകൂടി എളുപ്പമാക്കില്ലേ ട്രംപിന്, നെതന്യാഹുവിനെ? തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ്. കാരണം ഒരു രാജ്യം, അതുകൊണ്ട് തന്നെയാണ് ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് നമ്മൾ വിലയിരുത്തപ്പെടുന്ന കാര്യവും അത് തന്നെയാണ്. കാരണം ഇറാൻ രണ്ട് തരത്തിലുള്ള ഭീഷണിയാണ് നേരിടുന്നത്. ഒന്ന്, ഇറാനിലെ ഇപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ. അവിടെ നിലവിൽ തന്നെ വലിയ കലാപം ഉണ്ടാകുകയും സാമ്പത്തിക സ്ഥിതി തകരുകയും ആഭ്യന്തര കലാപം ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ ഇറാനുള്ളത്. അതിനു പുറമെയാണ് ബാഹ്യമായ ഈ ആക്രമണം കൂടെ വരുന്നത്. ഈ രണ്ടിനും ഇടയിലാണ് ഇറാൻ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് ഇറാൻ നേരിടുന്ന വലിയ വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ഇറാന് വേണ്ടത് പുറത്തുനിന്നുള്ള സഹായമാണ്. നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ ഇറാന് ചുറ്റുമുള്ള ഒരു രാജ്യവും ഇറാനെ സഹായിക്കുവാനായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമില്ല. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളടക്കം ഇറാൻ അവരെ ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ ഇറാന് എതിരായ ഒരു നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് അവർ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അമേരിക്കയോട് വിരോധമുള്ള അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇറാനോട് അനുകൂല നിലപാടുള്ളത് റഷ്യയും ചൈനയുമാണ്. പക്ഷേ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഇറാനെ സഹായിക്കണമെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയണം. ഇറാനെ സഹായിക്കണമെങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചൈനയ്ക്കോ റഷ്യയ്ക്കോ എത്തണം. അത് നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയില്ല. നമുക്കറിയാം, ജിയോ പൊളിറ്റിക്സ് അനുസരിച്ച് ഇറാൻ ഇപ്പോൾ കിടക്കുന്നത് ഒരു ചക്രവ്യൂഹത്തിനകത്താണ്. ഇറാന് ചുറ്റും ഇറാനെ എതിർക്കുന്ന ശത്രു രാജ്യങ്ങൾ എന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റ് രാജ്യങ്ങളെ ഇറാൻ വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇറാനെ ചുറ്റും നിന്നുകൊണ്ട്
ഇറാനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ സംരക്ഷിക്കുവാനോ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. അതായത് ഇറാനെ സഹായിക്കണമെന്ന് ഇപ്പോൾ റഷ്യ വിചാരിച്ചാൽ പോലും ഇറാനിലെ സമീപത്തെത്തി ഇറാനിലേക്കുള്ള ആക്രമണത്തെ ചെറുക്കണമെങ്കിൽ കടലിലും കരയിലും ഉള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സന്നാഹങ്ങളെ നേരിടാൻ കഴിയണം. അതിന് നിലവിലെ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ചോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം അനുസരിച്ചോ ഭൂമിശാസ്ത്രപരമായോ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. സമാന അവസ്ഥയിൽ തന്നെയാണ് ചൈനയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സഹായം നേരിട്ട് ഇറാന് കിട്ടുവാനുള്ള സാഹചര്യം, അതായത് ഇറാനെ സംരക്ഷിക്കാനോ ഇറാന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുവാനോ അവരെ ആക്രമിക്കുവാനോ ഉള്ള ഒരു സാഹചര്യം നിലവിൽ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഇല്ല എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുതന്നെയാണ് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏതെങ്കിലും ഭാഗത്തു നിന്ന് സഹായം കിട്ടുവാനുള്ള ഒരു വഴിയും ഇറാന് മുന്നിലില്ല. രണ്ട്, ഇപ്പോൾ ട്രംപ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ആഗ്രഹിക്കുന്നത് ഇറാനെ പൂർണ്ണമായും കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ നിയന്ത്രണത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായും ഒരു ആകാശ യുദ്ധം കൊണ്ടോ കടൽ യുദ്ധം കൊണ്ടോ മാത്രം കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് സൈനികമായി കരസേന ഇറാനിലേക്ക് കയറി ഇറാനെ പിടിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇറാൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് ലഭ്യമാവുകയുള്ളൂ. അതിന് ഒരു കരയുദ്ധം അനിവാര്യമാണ്. അതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രധാനമായും അമേരിക്ക ആരായുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇറാനിലേക്ക് കരമാർഗം പ്രവേശിക്കണമെങ്കിൽ അതിനെ പാക് അതിർത്തിയിലൂടെ നിഷ്പ്രയാസം അമേരിക്കയ്ക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ആ വഴി തുറന്നു കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. പക്ഷേ നിലവിലെ പോലെ ട്രംപ് ഇതുവരെ കാണാത്ത തിരിച്ചടി, അങ്ങനെയാണല്ലോ ട്രൂത്ത് സോഷ്യലിലൂടെ നേരത്തെ ട്രംപ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന് തിരിച്ചടി തീർച്ചയായും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് ഗൾഫ് മേഖലയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ 27 താവളങ്ങളിലേക്കാണ് കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായത്. മിസൈൽ വർഷിച്ചും മറ്റുമൊക്കെ. അത് ഇസ്രയേലിലേക്കും തുടരും ഇറാൻ. അങ്ങനെ വരുമ്പോൾ ഗൾഫ് മേഖല വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഗൾഫ് മേഖല പ്രതിസന്ധിയിലാകും. കാരണം ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇറാന് അമേരിക്കയെ ആക്രമിക്കുവാനോ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. ആ സാഹചര്യത്തിൽ ഇറാന് മേൽ വരുന്ന ഏത് ആക്രമണത്തിനും ഇറാന് തിരിച്ചടിക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ ഗൾഫ് മേഖലകളിലേക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് അവർക്ക് കഴിയുകയും ചെയ്യും. കാരണം മിസൈൽ ശക്തി വളരെയധികം വലിയ ഒരു മിസൈലിൻ്റെ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരം പ്രയോഗിക്കും. പക്ഷേ അമേരിക്കയുടെ 9 വ്യോമത്താവളങ്ങളാണ് ഈ ഗൾഫ് മേഖലയിലുള്ളത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വ്യോമത്താവളങ്ങളെ ആക്രമിച്ചാൽ അത് തടയുവാനുള്ള കരുത്ത് നിലവിൽ ആ വ്യോമത്താവളങ്ങൾക്ക് തന്നെയുണ്ട്. അല്ലെ, ആ രാജ്യത്ത് അതിനുള്ള സംവിധാനങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആക്രമണങ്ങളെ അമേരിക്കയ്ക്ക് ചേർക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ കൂടിയും വ്യാപകമായി നമുക്കറിയാം, കഴിഞ്ഞ യുദ്ധത്തിൽ അടക്കം ഇറാൻ ചെയ്തതുപോലെ നിരന്തരം മിസൈലുകളെ ഒരു വർഷമുണ്ടായാൽ തീർച്ചയായും അത് വലിയ ഒരു നാശനഷ്ടത്തിലേക്ക് എത്തും. അത് ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കാത്ത സാഹചര്യത്തിൽ, അവർ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ കൂടുതൽ പ്രകോപിതമാകാനുള്ള സാഹചര്യം തീർച്ചയായിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു വലിയ തരത്തിലുള്ള ആക്രമണത്തിന് ഇറാൻ മുതിർന്നാൽ അത് ഗൾഫ് മേഖലയുടെ വലിയ തകർച്ചയ്ക്ക് കാരണമാകും. നമുക്കറിയാം, നിരവധി ഓയിൽ റിഫൈനറികളും ഒക്കെയുള്ള അല്ലെങ്കിൽ എണ്ണ ശുദ്ധീകരണശാലകൾ അടക്കമുള്ള അവരുടെ എണ്ണ കിണറുകളൊക്കെയുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ ആക്രമണം വ്യാപിപ്പിച്ചാൽ, അങ്ങോട്ടേക്കൊക്കെ മിസൈൽ അയച്ചാൽ, അത് തടുത്താൽ പോലും ഒരു ചെറിയ തരത്തിലെങ്കിലും അതൊരു ആഘാതം ഏൽപ്പിച്ചാൽ അത് വലിയ തരത്തിൽ ലോകത്ത് തന്നെ തിരിച്ചടിയാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ ഇറാൻ്റെ മിസൈലുകളെല്ലാം കൃത്യമായ ലക്ഷ്യത്തിൽ തന്നെ എന്ന് പതിക്കണമെന്നില്ല. അങ്ങനെ മാറിപ്പതിച്ചാൽ പോലും ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കാണ്. ഇതുകൊണ്ട് അമേരിക്കയ്ക്ക് നേരിട്ട് ഒരു നാശനഷ്ടം ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടിയും ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയാവും. ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് 2 മാർഗങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, ഇസ്രായേൽ ഉപയോഗിച്ച് കൂടുതൽ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തുക. 2, അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള വ്യോമത്താവളങ്ങളിൽ നിന്നും ഇറാനെ അതിശക്തമായി ആക്രമിക്കുക. ഒപ്പം ഇപ്പോൾ കടലിൽ അവർ ഒരുക്കിയിട്ടുള്ള ആ വ്യൂഹങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അങ്ങനെ ഒരു വലിയ ശക്തമായ ഒരു വ്യോമാക്രമണം നടത്തുകയും ഒപ്പം തന്നെ കരസേനയെ, സൈന്യത്തെ ഇറാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യം പാകിസ്ഥാൻ വഴിയെങ്കിലും ഉണ്ടാക്കിയാൽ
അത് ഇറാൻ്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുങ്ങി താഴുന്ന ഇറാൻ തീർച്ചയായിട്ടും പ്രതിരോധം തീർക്കും, അതിശക്തമായി തിരിച്ചടിക്കും. ആ തിരിച്ചടികൾ മുഴുവനും ഗൾഫ് മേഖലയിലേക്ക് വരുമെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. നേരത്തെ മായ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം ഇന്ത്യയെ സംബന്ധിച്ചോളവും കേരളത്തെ സംബന്ധിച്ചോളവും വളരെ നിർണായകമായ കാര്യമാണ്. കാരണം വളരെയധികം മലയാളികളും ഇന്ത്യക്കാരുമുള്ള ഒരു മേഖല തന്നെയാണ് ഗൾഫ് മേഖല. അത് വലിയ ആശങ്കയിലുണ്ടാകുന്നുണ്ട്. നമുക്ക് അവിടെയെല്ലാം ഗൾഫ് മേഖലയിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചു കൊണ്ടുവരിക എന്നതൊക്കെ അത്ര നിസ്സാരമായ കാര്യമല്ല. കാരണം അത്രയധികം ജനങ്ങൾ അവിടെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഒഴിപ്പിക്കലൊന്നും പൂർണ്ണമായും അവിടുന്ന് കൊണ്ടുവരാൻ കഴിയില്ല. അവരെ അവിടെ സുരക്ഷിതരാക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക കാര്യം. അതിനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും എത്രത്തോളം ആകുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. കാരണം അത്രയും വിപുലമായ വിശാലമായ ഒരു മേഖലയിൽ വ്യാപകമായ മലയാളികളും ഇന്ത്യക്കാരുമുള്ള മേഖലയാണ് ഗൾഫ് മേഖല എന്നതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏത് വിധേനയും ഈ യുദ്ധം വലിയ തരത്തിൽ പോകാതെ ഒരു പരിധിയിൽ നിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, വളരെ പെട്ടെന്ന് നിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാൻ ഓരോ പ്രതികരണവും നമുക്ക് വലിയ തിരിച്ചടിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചാൽ അത് വലിയ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. മയ ബിനീഷ, ഈ അയത്തുള്ള അലി ഖമനേയിയെ കൊണ്ട് ഇറാന് അത്ര ഭയങ്കര തന്ത്രപ്രധാനമായ കാര്യങ്ങളൊന്നും നേടാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നും ഒരു സുസ്ഥിരത അതുമാത്രമല്ലേ ഇറാനിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു വിഭാഗം ഈ ട്രംപിൻ്റെ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ നീക്കങ്ങളെ വലിയ തോതിൽ തന്നെ അനുകൂലിക്കുന്നത്. മയ, തീർച്ചയായിട്ടും അയത്തുള്ള ഖമേനി ഇറാൻ്റെ പരമോന്നത നേതാവാണ്, അവരുടെ ആത്മീയ നേതാവ് കൂടിയാണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഇറാൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇറാനെ ഒരു മികച്ച നിലയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഖമേനിക്ക് കഴിഞ്ഞില്ല. കാരണം ഖമേനിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഖമേനിയുടെ നിലപാടുകൾ ഇറാനെ ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു തരത്തിലേക്ക്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നും അടക്കം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി എന്നുള്ളത് നമ്മൾ കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഷാ ഭരണകാലത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ മതപരമായ ഭരണകൂടം ഇറാനിൽ വന്ന അന്നു മുതൽ തന്നെ ഇറാനിൽ ആഭ്യന്തരമായ അവരുടെ ഷിയ സുന്നി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഒരു മതരാഷ്ട്രം എന്ന നിലയിൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുവാൻ ആ ജനത തയ്യാറല്ല. കാരണം നമുക്കറിയാം, വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിച്ച വളരെ പുരോഗമനപരമായ ഒരു രാജ്യമായിരുന്നു ഇറാൻ. അവിടെ ആ ഇറാനിലേക്ക് പെട്ടെന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട മതഭരണകൂടത്തിനെതിരെ അവരുടെ ഉള്ളിൽ എപ്പോഴും തന്നെ ഒരു പ്രതിഷേധമുണ്ട്. അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ, അത് പ്രകടിപ്പിച്ചാൽ വലിയ തിരിച്ചടികൾ ആഭ്യന്തരമായി തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം അടിച്ചമർത്തി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ തലപൊക്കുമെന്ന കാര്യത്തിൽ ഏത് അടിച്ചമർത്തപ്പെടുന്ന ഏത് കാര്യങ്ങളും സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ പുറത്തേക്ക് വരുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇറാനിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ആ ആത്മീയ നേതാവിനെയോ പൂർണ്ണമായും അംഗീകരിക്കുന്ന ജനതയല്ല ഇറാനിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ട്. അത് പല ഘട്ടങ്ങളിലായി നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ ആ പ്രതിഷേധങ്ങളെല്ലാം മറനീക്കി പുറത്തു വരുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇറാനിൽ ഇത്രയും വലിയ ആഭ്യന്തര കലഹങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടാവുന്നത്. പൂർണ്ണമായും ഒരു ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ മതരാഷ്ട്രം എന്ന രീതിയിൽ ഒരു സൈനിക ശക്തിയും അവിടുത്തെ സംവിധാനങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്തലിൻ്റെ ഭാഗമായി മാത്രമാണ് അവിടെ ഒരു വിഭാഗം അതിന് വഴങ്ങി ജീവിച്ചു വന്നത്. അവർ തീർച്ചയായും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇറാനിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ ഇപ്പോൾ ഖമേനിക്കും അല്ലെങ്കിൽ തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ വളരെ വലിയ ശക്തമായ ആക്രമണം ഉണ്ടായപ്പോഴും അമേരിക്ക ഒരു വലിയ നിലപാട് സ്വീകരിച്ചിരുന്നു. ഒരു കാരണവശാലും ഖമേനിയെ വധിക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം ഇസ്രായേലിന് അമേരിക്ക നൽകുന്നതാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ആ ഖമേനിയെ വധിക്കുന്നതും നമ്മൾ കണ്ടു. അതായത് നിലപാട് അമേരിക്ക മാറ്റിയിരിക്കുന്നു. കാരണം ഖമേനി ഉള്ളിടത്തോളം കാലം അവിടെ അമേരിക്ക വിചാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. ആത്മാഭിമാനം പണയപ്പെടുത്തുവാൻ ഖമേനിക്ക്
ഖമേനിക്ക് കഴിയില്ല. മാത്രമല്ല ഖമേനി അത്രയധികം അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. മറ്റ് അറബ് രാജ്യങ്ങളുമായി കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഒപ്പം തീവ്രവാദത്തെ വളരെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ സാഹചര്യം തീർച്ചയായിട്ടും വലിയൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ഇറാന് ഒരേ സമയം തിരിച്ചടിയാകുന്നു എന്നത് മാത്രമാണ് അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുമായ. ഖമേനിയുടെ മരണം, ഖമേനി കൊല്ലപ്പെട്ടു എന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അങ്ങനെയാണ്. ഖമേനി ഇല്ലാതായതുകൊണ്ട് മാത്രം അതല്ലല്ലോ പ്രസിഡന്റ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഖമേനി ഇല്ലാതാക്കുക എന്നതിനപ്പുറം മറ്റു പല ലക്ഷ്യങ്ങളിലൂടെയാണ് ട്രംപിനെ സഹായിച്ചുകൊണ്ട് ഇസ്രയേലും ബെഞ്ചമിൻ നെതന്യാഹുവും മുന്നോട്ട് പോയത്. ആ ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കുക, അതിനുള്ള ചുവടുവെപ്പുകൾ അത് ഇനി എങ്ങനെയായിരിക്കും, എന്താണ് വിലയിരുത്തപ്പെടുന്നത്, എങ്ങനെയാണത്? മയ, നമുക്ക് അമേരിക്കയുടെ ആക്രമണ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഒരു കാര്യം വ്യക്തമാകും. അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയോ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം അവർ പൂർത്തിയാക്കും. അതിന് എന്ത് നിലപാടും അമേരിക്ക സ്വീകരിക്കും എന്ന് നമുക്കറിയാം. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്താൽ പോലും അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ വലിയ ആക്രമണങ്ങളൊക്കെ നടത്തി താലിബാനെ തകർത്ത് അഫ്ഗാനിസ്ഥാനിൽ വലിയ യുദ്ധം, അഫ്ഗാനിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെല്ലാം തന്നെ തകർക്കാൻ അമേരിക്ക കൂട്ടുനിൽക്കുകയും അവസാനം അവിടെ നിന്നും അമേരിക്ക പോകുമ്പോൾ ആരെയാണോ അമേരിക്ക എതിർത്ത ആ താലിബാനെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ഏൽപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് അവസാനമായി നമ്മൾ കണ്ടത്. അതായത് ഇറാഖിലായാലും അമേരിക്ക ആ രാജ്യത്തെ സഹായിക്കാനെന്ന തരത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനെ ഒപ്പം നിർത്തി സംരക്ഷിക്കുമെന്നുള്ള തരത്തിൽ അവിടെ വരികയും സദാം ഹുസൈനെ അടക്കം വധിച്ച് അവിടെ ആ രാജ്യത്തെ ഏത് തരത്തിൽ തകർത്ത് അമേരിക്കയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർ നേടിയെടുത്തു. അങ്ങനെ ചരിത്രപരമായ ഏത് രാജ്യത്ത് അമേരിക്ക ഇടപെട്ടുണ്ടെങ്കിലും അത് വ്യക്തമാണ്. അതുപോലെ ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക ഇടപെട്ടത് അതുപോലെ തന്നെയാണ്. വെനസ്വേലയെ ആക്രമിക്കുന്നു, അവിടുത്തെ ഭരണാധികാരികളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി അമേരിക്കയിൽ എത്തിക്കുന്നു, ആ രാജ്യത്തെ അമേരിക്കയുടെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ വിഭവങ്ങൾ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള തരത്തിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് സ്വതന്ത്രമായി വിനിയോഗിക്കുന്നു. അത് ആർക്ക് നൽകണം, എങ്ങനെ നൽകണം എന്ന കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ പരമാധികാരം കൈവശം. ബിനീഷ്, അവിടെയാണ് ഈ മദുറോയെ കടത്തിക്കൊണ്ടു വന്നപ്പോൾ ട്രംപ് മദുറോയ്ക്കൊപ്പം നിന്നിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെയൊക്കെ നേരത്തെ തന്നെ ട്രംപിൻ്റെ കൈപ്പിടിയിലാക്കിയിരുന്നു. അതിന് കഴിഞ്ഞിരുന്നു ട്രംപിന്. അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ വലിയ വെല്ലുവിളികളൊന്നും ഇതുവരെ ട്രംപിന് വെനസ്വേലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നില്ല. പക്ഷേ ഇറാനിലെ കാര്യം അങ്ങനെയല്ല. മയ, ഇറാനിലെ കാര്യങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുവരണം, അതാണ് അമേരിക്കയുടെ ആഗ്രഹം. അതിന് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഖമേനിയെ ഒരു കാരണവശാലും വധിക്കരുതെന്നുള്ള നിലപാടിൽ നിന്നും അമേരിക്ക മാറി ഖമേനിയെ വധിച്ചതിന് പിന്നിലും അതുതന്നെയാണ്. കാരണം ഖമേനി എന്ന ആത്മീയ നേതാവ് ഇറാനിൽ ഒരു നിർണായകമാണെന്നും അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഏത് സാഹചര്യത്തിലും ഇറാനിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ സംശയവും ഇല്ല എന്നതിൻ്റെ ഉത്തമ തെളിവ് തന്നെയാണ് ഖമേനിയെ വധിക്കുന്നത്. ആ ഖമേനിയെ വധിക്കുക പ്രധാനപ്പെട്ട അമേരിക്കൻ നിലപാടുകളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇറാനെ സ്വാധീനിക്കാൻ അത്തരത്തിൽ ഇറാനെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കളെ അടക്കം വധിച്ചുകൊണ്ട് കാര്യങ്ങൾ തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതുതന്നെയാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ ഇറാൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ആഗ്രഹം. അതിന് തന്നെയാണ് ഇപ്പോഴുള്ള ഈ അമേരിക്കയുടെ ഓരോ നീക്കവും. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ആദ്യ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇതിന് തൊട്ട് മുമ്പ് നടന്ന യുദ്ധത്തിൽ നമ്മൾ കണ്ടത് അമേരിക്ക പൂർണ്ണ സമയവും മാറി നിന്ന് അവസാനം അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ട്രംപിന് പീസ് പ്രൈസ് പോലുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായ സാഹചര്യത്തിലാണ് പെട്ടെന്ന് വന്ന് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് പറന്ന് വന്ന് അവിടെ അവരുടെ ആണവ കേന്ദ്രങ്ങളായ മലനിരകളെല്ലാം തകർത്തുകൊണ്ട് ആ യുദ്ധം ഏകപക്ഷീയമായി പിൻവലിപ്പിക്കുവാനായി ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിനോട് തൽക്കാലം യുദ്ധം ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് ആ യുദ്ധം അവിടെ അവസാനിക്കുകയുമാണ് ഉണ്ടായത്. അത്
ട്രംപിൻ്റെ മറ്റൊരു താല്പര്യം എന്ന് തന്നെ നമ്മൾ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകും. എന്നാൽ ഇപ്പോൾ അതല്ല, ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇറാനെ പോലെ യഥാർത്ഥത്തിൽ സമ്പന്നമായത്. കാരണം ഇറാൻ വലിയ സമ്പന്നമായ ഒരു രാജ്യമാണ്. ആ ഇറാൻ്റെ മുഴുവൻ റിസോഴ്സുകളെയും കൈവശപ്പെടുത്തുക ആ രാജ്യത്തെ. കാരണം ഭൂവിസ്തൃതിയിലായാലും സാംസ്കാരികപരമായാലും ഒക്കെ ഇറാന് ഒരു ചരിത്രമുണ്ട്.